ഹായ് ഹലോ നമസ്കാരം. എന്തായാലും ഇന്നത്തെ കണി മോശമായിരുന്നില്ല കേട്ടോ. ഇന്ന് രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് ഇത് കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ പപ്പായ എന്ന് പറയുന്നത്. ഇതൊരു പ്രത്യേക ടൈപ്പ് പപ്പായ കേട്ടോ. കണ്ടോ, നല്ല മഞ്ഞ കളറിലായിരിക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു കൊണ്ടുവന്നപ്പോൾ കവറിനകത്തോട്ട് നോക്കിയപ്പോൾ മാങ്ങയാണ് കേട്ടോ. അത്രയും വലിയ വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഇടത്തരം വലിപ്പമേ ഉള്ളൂ. പക്ഷെ നല്ല പഴുത്ത് തുടുത്ത പോലെ നല്ല മഞ്ഞ കളറിലായിരിക്കുന്നത്. ഞാൻ നന്നായിട്ട് പഴുത്തുണ്ടാവും എന്ന് ഓർത്തു. ഇത് ഏതൊരു വെറൈറ്റിയാണെന്ന് തോന്നുന്നുണ്ട്. റെഡ് ലേഡി ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ തൊലിയൊക്കെ ചെത്തി മുറിച്ച് നോക്കി. നല്ല അടിപൊളിയായിരുന്നു. പഴുത്ത് അളിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും വല്ലാണ്ട് പഴുത്ത് അളിഞ്ഞിട്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറേ ഉണ്ടായിരുന്നല്ലോ, പാലും പഞ്ചസാരയും പപ്പായയും കൂടി മാത്രം, വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിലിട്ടിട്ട് നല്ല കുറുക്കി അരച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം കുട്ടികൾ കഴിക്കണമെങ്കിൽ അവർക്കിങ്ങനെ ഐസ്ക്രീം മോൾഡിലും അല്ലാണ്ട് ഞാൻ കുറേ പാത്രത്തിലും ആക്കി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് ഓർത്തിട്ട്. ഐസ്ക്രീം ആക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ആ രീതിയിൽ കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം തന്നെ അച്ഛൻ ഞങ്ങളുടെ പറമ്പിൽ പോയപ്പോൾ അവിടുന്ന് കിട്ടിയതായിരുന്നു ഈ പപ്പായ. നമ്മുടെ നാടൻ പപ്പായ കേട്ടോ. അത് നല്ല നല്ല പഴുത്തതാണ്. അതും ഞാനൊന്ന് മുറിച്ചു, തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് നോക്കിയപ്പോൾ നന്നായിട്ട് പഴുത്തുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് നാടൻ പപ്പായക്കകത്ത് മുഴുവൻ കുരുവാകുമല്ലോ, അതിനകത്ത് മുള വരെ വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞ് തൈ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മറ്റേ പപ്പായക്കകത്ത് കുരുക്കളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം കുശാലായിരുന്നേ.